ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ഒരു ശാന്തി മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന കാര്യപരിപാടി ആരംഭിക്കാം. കൃഷ്ണ യജുർവേദീയമായ സഹനാവവതു എന്ന ശാന്തി മന്ത്രം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമ്മൾ എല്ലാ വർഷവും ഈ ധർമ്മപ്രഭാഷണ പരമ്പര വിവേകാനന്ദ സ്വാമികളുടെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചിട്ടുള്ള ജന്മദിനം ജാനുവരി 12, ഭാരതത്തെ സംബന്ധിച്ച് ദേശീയ യുവജന ദിനം എന്നാണ് ആരംഭിക്കാറ്. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഭഗവത്ഗീത ആരംഭം മുതൽ ചിന്തിക്കുകയാണ്. ഗീതാശാസ്ത്രം ശ്രദ്ധയോടുകൂടി പഠിക്കുമ്പോൾ പ്രതിദിനം പഠിക്കേണ്ടതാണ്. ദിവസവും ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതാണ്. പോട്ടെ, ആഴ്ചയിലൊരു ദിവസമെങ്കിലും പഠിക്കേണ്ടതാണ്. മാസത്തിലൊരു ദിവസമാകുമ്പോഴത്തേക്ക് ബന്ധം വിട്ടുപോകും. എന്നാലും നമുക്കൊന്ന് പറഞ്ഞു നിൽക്കാം. ഇത് വർഷത്തിൽ ഒരിക്കൽ. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിൻ്റെ ബാക്കി നമ്മൾ ശ്രദ്ധിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതുമായിട്ടുള്ള ബന്ധം നിശേഷം വിട്ടിട്ടുണ്ടാവും. എങ്കിലും ഈ ഒരു പരമ്പരയിൽ തുടരുകയല്ലാതെ വഴിയില്ല. എത്തുന്നിടത്ത് നിർത്തുക, അടുത്ത പ്രാവശ്യം തുടരുക, അതാണ് ഇതിൻ്റെ ഒരു ശൈലി. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഭാഗമൊക്കെ യൂട്യൂബിൽ ലഭിക്കുന്നുണ്ട്. അദ്വൈതാശ്രമം ചാനലിൽ പോയിട്ട് ഒന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തത് മുഴുവൻ കിട്ടും. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 4-ാം അധ്യായം പൂർത്തിയാക്കി 5
സമാരംഭിച്ചു. ഈ പ്രാവശ്യം അതുകൊണ്ട് തന്നെ 5-ാം അധ്യായം ആരംഭം മുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പതുക്കെ പതുക്കെ അതിലേക്ക് പ്രവേശിക്കാം. വളരെ വിസ്തൃതമായൊരു പഠനം ഇതുപോലൊരു പ്രഭാഷണവേദിയിൽ സാധ്യമല്ല. സാമാന്യമായി ചിന്തിച്ച് മുന്നോട്ട് പോകാം. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ വന്നു ചേരും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ മനുഷ്യ ജീവിതം നിരന്തരമായി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒന്നാണ്, അഭിമുഖീകരിക്കാനുള്ള ഒന്നാണ്. ഏത് പ്രശ്നമായാലും അതിൻ്റെ അടിസ്ഥാനം അപഗ്രഥിച്ച് അഭിമുഖീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഓരോ പ്രശ്നവും അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും നമ്മൾ തളർന്നു പോകും. ചിലപ്പോൾ വയ്യ, ഇതെല്ലാം ഇട്ട് പോയേക്കാം, ആത്മഹത്യയിൽ അഭയം തേടാം എന്ന് വരെ ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരും. എന്നാൽ പ്രായോഗികമായൊരു പ്രശ്നത്തെ അഭിമുഖീകരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, അഭിമുഖീകരിക്കുന്നത് വരെ മാത്രമാണത് പ്രശ്നം. ആ നിമിഷം മുതൽ അപാരമായ കരുത്ത് തന്നിലേക്കത് നൽകുകയാണ് ഉണ്ടായത്. ഏത് പ്രശ്നമായാലും അവിടെ എങ്ങനെ അപഗ്രഥിക്കണം? വ്യക്തിബാഹ്യമായി നിന്നുകൊണ്ട് അപഗ്രഥിക്കണം. വ്യക്തിബാഹ്യമായി നിന്ന് അപഗ്രഥിച്ചാൽ മാത്രമേ നിഷ്പക്ഷമായിട്ട് പ്രശ്നത്തെ വിലയിരുത്താനും അതിൻ്റെ പരിഹാരത്തിൽ എത്തിച്ചേരാനും കഴിയൂ. പക്ഷെ നമുക്ക് ഇത് വളരെ എളുപ്പമാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച്. മറ്റുള്ളവരുടെ പ്രശ്നമാകുമ്പോൾ വളരെ വ്യക്തമായി നമ്മൾ അപഗ്രഥിക്കും, അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കും. പക്ഷേ നമ്മുടെ പ്രശ്നമാകുമ്പോൾ, പ്രശ്നത്തിൻ്റെ കേന്ദ്രബിന്ദു താനാകുമ്പോൾ പലപ്പോഴും മനുഷ്യൻ പതറിപ്പോകും. ഇവിടെയാണ് ശരിയായ ഗുരുനാഥൻ്റെ അനിവാര്യത വരുന്നത്. നോക്കൂ, മഹാഭാരത യുദ്ധം, എല്ലാ പ്രകാരത്തിലും യുദ്ധസന്നദ്ധനായ അർജുനൻ, യുദ്ധസന്നദ്ധനായ എന്ന് പറഞ്ഞാൽ പോരാ, ആ യുദ്ധത്തിലേക്ക് ഏറ്റവും അധികം സൈനികരെ സമാഹരിച്ച അർജുനൻ. എന്തിനേറെ, സാക്ഷാൽ ഭഗവാനെ പോലും ക്ഷണിച്ചു കൊണ്ടുവന്ന അർജുനൻ. എല്ലാ പ്രകാരത്തിലും യുദ്ധസന്നദ്ധൻ. അയാളോ വില്ലാളി വീരനാണ്. മഹാരഥൻ എന്ന് പറഞ്ഞാൽ പോരാ, അതിരഥനാണ് അർജുനൻ. അതിരഥൻ. എത്രയോ യുദ്ധങ്ങളിൽ വിജയിച്ചവൻ. എന്നാൽ നേരെ മുമ്പിലായി തൻ്റെ ബന്ധുജനങ്ങളെ കണ്ടപ്പോൾ, ബന്ധുജനങ്ങളോട് കൂടെ തന്നെയാണ് യോധനം ചെയ്യേണ്ടതെന്നറിയാം. അതറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. അറിയുന്നതും നേരിൽ അഭിമുഖീകരിക്കുന്നതും രണ്ടാണ്. മുഖാമുഖം നിലകൊണ്ടപ്പോൾ അറിയാതെ പതറിപ്പോവുകയാണ്. എൻ്റെ എന്ന ഭാവത്താൽ ആവേശിക്കപ്പെടുകയാണ്. ഇവരെല്ലാം എൻ്റെതാണല്ലോ,
ഞാൻ ഇവരുടേതാണല്ലോ. ഇങ്ങനെ മമത്വത്താൽ ആവേശിക്കപ്പെട്ട് ധർമ്മബോധം വികലമായി തീർന്നു. അവിടെ വ്യക്തിബാഹ്യമായി അപഗ്രഥിക്കുന്നതിൽ അർജുനൻ പരാജയപ്പെട്ടു. ഏതാണോ ആ കാലത്ത് ആ ദേശത്ത് അർജുനൻ്റെ കർത്തവ്യം, അതിൽ നിന്ന് പിന്തിരിഞ്ഞു. പിന്തിരിയുന്നതിൽ കുഴപ്പമില്ല. ആ പിന്തിരിയലിന് ഉദാത്തങ്ങളായ വ്യാഖ്യാനങ്ങളെ ചമച്ചു. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ മുഖം മൂടി അണിയിച്ചുകൊണ്ട് തൻ്റെ പിന്തിരിയലിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനൻ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ നമ്മുടെ ചെയ്തിയെ ഒരു പ്രാവശ്യം ന്യായീകരിച്ചു എന്ന് പറഞ്ഞാൽ ശരി, അത് മനസ്സിലാക്കാം. പക്ഷേ ആവർത്തിച്ച് ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മളുടെ നിലപാട് തെറ്റാണെന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ നിലപാട് തെറ്റാണെന്ന് നമുക്ക് തന്നെ അറിയുമ്പോഴാണ് നമ്മൾ ഞാൻ ചെയ്തത് ശരിയാണ് ശരിയാണ് ശരിയാണെന്ന് മറ്റൊരാളുടെ മുമ്പിൽ ന്യായീകരിക്കുക. അതുറപ്പാണ്. കാരണം അവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്വയമാണ്. ഇവിടെ അർജുനൻ സുദീർഘമായി തൻ്റെ പിന്തിരിയലിനെ ന്യായീകരിച്ചു, അതിനെ ഉദാത്തമായി ചിത്രീകരിച്ചു. എന്നല്ല, ഭഗവാനെ കൂടെ ചേർത്തിട്ട് അഹോ ബത മഹത് പാപം കർത്തും വ്യവസിതാവയം എന്ന് വരെ പറഞ്ഞു. നമ്മൾ മഹാപാപം ചെയ്യാനാണല്ലോ ഒരുങ്ങിയത് എന്ന്. തീർത്തും ക്ഷാത്രബുദ്ധി വികലമായി തീർന്ന അവസ്ഥയിൽ തൻ്റെ കർമ്മോപാധിയെ താഴെ വെച്ച് അർജുനൻ പ്രതിജ്ഞയെടുത്തു. പ്രതികാരബുദ്ധിയില്ലാത്തവനും ആയുധമെടുക്കാത്തവനുമായ എന്നെ ശസ്ത്രം കയ്യിലേന്തിയ ധാർത്തരാഷ്ട്രന്മാർ കൊന്നുകൊള്ളട്ടെ, അതെനിക്ക് ക്ഷേമതരമായിരിക്കും എന്ന്. അവിടെ അസ്ത്രം കയ്യിലേന്തിയ എന്നല്ല പറഞ്ഞത്, ശസ്ത്രം കയ്യിലേന്തിയ എന്നാണ്. ശസ്ത്രം കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധമാണ്, അസ്ത്രം കൈ വിട്ടുപയോഗിക്കുന്ന ആയുധമാണ്. അപ്പം കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധവുമായി വന്ന ഒരാളെ കൊല്ലണമെങ്കിൽ അടുത്ത് വരണം. അത്ര അടുത്ത് വന്ന് എന്നെ ആക്രമിച്ചാൽ പോലും ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പ്രതിജ്ഞയും ചെയ്തിരുന്നു. ഒരു മനുഷ്യൻ തൻ്റെ കർമ്മമേഖലയിൽ വ്യാപരിക്കവേ, അത് ആയോധനമോ എന്തോ ആവട്ടെ, അയാൾക്ക് പരിപൂർണ മാനസിക പരിവർത്തനം വന്നു. അയാൾ വിരക്തനായി. അയാൾക്ക് സന്യസിക്കാൻ അധികാരമുണ്ട്. അതുപോലെ അർജുനൻ എന്താ, യുദ്ധം ഉപേക്ഷിക്കാൻ അധികാരമില്ലേ? അവിടെയാണ് അർജുനൻ്റെ ചിത്രം നമ്മൾ കാണേണ്ടത്. അർജുനൻ കൃപയാൽ ആവേശിക്കപ്പെട്ടവനാണ്. അർജുനൻ അശ്രുപൂർണാകുലക്ഷണനാണ്. അശ്രുപൂർണാകുലക്ഷണൻ എന്ന് പറഞ്ഞാൽ കണ്ണുനീര് നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടൊത്തവനാണ്. വിഷീദൻ, വിഷാദഗ്രസ്തനാണ്. നേരെ മറിച്ച് അർജുനൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഭഗവാനോട് പറയുന്നതെന്ന് വിചാരിച്ചോളൂ. ഭഗവാനെ, ഞാൻ യുദ്ധത്തിന് വന്നു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ ഇപ്പം അതൊക്കെ തെറ്റാന്ന് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് ഞാൻ സന്യസിക്കാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ പോയി വരൂ, വഴിക്ക ചെലവ് വല്ലതും വേണോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കാൻ തയ്യാറാവും. പക്ഷേ ഇവിടെ നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളാണ്, വികാരഭരിതനാണ്.
വിഷാദഗ്രസ്തനാണ്. അങ്ങനെ കർമ്മം ഉപേക്ഷിക്കുക, സന്യസിക്കുക, അത് വിഹിതമല്ല. മറ്റൊന്നിനെ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒഴിഞ്ഞു മാറാനുള്ള വഴിയല്ല സന്യാസം. പക്ഷെ അർജുനൻ സന്യാസത്തിന് ഒരുങ്ങി. ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഈ സ്വധർമ്മത്തിൻ്റെ ഭാഗമായി ഗുരുനാഥന്മാരെയൊക്കെ കൊല്ലേണ്ടി വരികയാണെങ്കിൽ അത് ചെയ്യാതെ സന്യസിക്കുന്നതാണല്ലോ നല്ലത് എന്ന് അർജുനൻ പറഞ്ഞു. അങ്ങനെ ഒരു പണിക്ക് കൊള്ളാത്തവർക്കുള്ളതാണോ സന്യാസം? എന്നെ വേറൊന്നിനും കൊള്ളില്ല, എന്നാ പിന്നെ സന്യസിച്ച് കളയാം, അതല്ലല്ലോ സന്യാസം. ഏതായാലും അർജുനന്റെ വ്യക്തിത്വത്തിനുള്ളിലേക്ക് ഇപ്പോൾ എടുത്ത് അണിഞ്ഞ മുഖംമൂടിയെ പൂർണ്ണമായി പിച്ചി ചീന്തിക്കൊണ്ട് പ്രവേശിക്കുന്ന 2 അമ്പുകളെ ഭഗവാൻ തൊടുത്തു വിട്ടു. 2 അമ്പുകളെ. അർജുനൻ അമ്പയക്കുന്നതിന് മുമ്പ് ഭഗവാനാണ് അമ്പയച്ചത്. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. ഹേ അർജുന, നിനക്ക് എവിടുന്നാണ് ഈ ഭാവം വന്നത്, ഈ കശ്മലത വന്നത്? ഇത് അകീർത്തികരമാണ്. വിഷമത്തിൽ ഇരിക്കുന്ന നിനക്ക് എവിടുന്ന് വന്നു ഇത്? വളരെ ശ്രദ്ധിച്ച് ഓരോ കാൽവെപ്പും ചെയ്യേണ്ടതാണ് വിഷമസ്ഥിതി. സുഷമമാണെങ്കിൽ നമുക്ക് എങ്ങനെ നടക്കാം? യുദ്ധം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വിഷമകരമാണ്. ഓരോ നീക്കവും അത്ര ശ്രദ്ധിച്ചു വേണം, അത്ര ജാഗ്രതയോടുകൂടി വേണം. ഈ ഒരു സ്ഥിതിയിൽ നിനക്ക് എവിടുന്ന് വന്നു ഈ കശ്മലത, ഒന്നിനും കൊള്ളാത്ത ഭാവം? ഇത് ശ്രേഷ്ഠന്മാർക്ക് യോജിച്ചതല്ല, ഇത് സ്വർഗഹേതുവല്ല. സർവോപരി ഇത് അകീർത്തികരമാണ്, പേരുദോഷം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഭാവമൊക്കെ ഉപേക്ഷിച്ച് നീ എഴുന്നേൽക്കൂ. ശത്രുക്കളെ മുഴുവൻ തപിപ്പിക്കാനുള്ള ശക്തി നിനക്കുള്ളിലുണ്ട്. ധീരതയോടുകൂടി എഴുന്നേൽക്കൂ. ഈ ഭഗവാന്റെ വാക്ശരങ്ങൾ അർജുനൻ ഉള്ളിലേക്ക് തുളഞ്ഞ് കയറി. അപ്പോൾ എൻ്റെ ചിന്തകളൊക്കെ തെറ്റായിരുന്നു, എൻ്റെ നിഗമനങ്ങൾ, ഞാൻ വ്യാഖ്യാനിച്ചതൊക്കെ തെറ്റായിരുന്നു. എന്താ ശരി? നോക്കൂ, വിഷാദം മഹാരോഗമാണ്. വിഷാദ രോഗം എന്നാണ് നമ്മൾ പറയുക, വിഷാദ യോഗം എന്ന് പറയാറില്ല. എന്നാൽ ഗീതയിലെ 1-ാമത്തെ അധ്യായം വിഷാദ യോഗമാണ്, വിഷാദ രോഗമല്ല. ശരിയായ ഗുരുനാഥനെ പ്രാപിച്ചാൽ രോഗം യോഗമാകും. ഭഗവാനെ പ്രാപിച്ചു. അജ്ഞാനമാകുന്ന ദോഷം കൊണ്ട് മറയ്ക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയ ഞാൻ ഇത് അങ്ങയോട് ചോദിക്കുന്നു, എന്താണ് എനിക്ക് ശ്രേയസ്സിൻ്റെ വഴി? അത് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരണേ. ഞാൻ പരിപൂർണമായി നിന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ശിഷ്യനാണ്. ഇങ്ങനെ ഭഗവാന്റെ കാൽക്കൽ സ്വയം ശിഷ്യഭാവത്തിൽ സമർപ്പിച്ചു അർജുനൻ. ഇവിടെയാണ് ഭഗവാൻ ഉപദേശം ആരംഭിക്കുന്നത്. ആരെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ലയോ നീ അവരെക്കുറിച്ച് ദുഃഖിക്കുന്നു, അതിന് വിരോധമില്ല. പക്ഷെ പ്രശ്നം, നീ വലിയ വിദ്വാനെ പോലെ പ്രസംഗിക്കുന്നു, രണ്ടും കൂടി യോജിക്കില്ല. വിദ്വാനെ പോലെ പ്രസംഗിക്കുന്നെങ്കിൽ വിദ്വാനെ പോലെ ജീവിക്കണം.
വിദ്വാൻ ഒരിക്കലും ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചോ മരിച്ചവരെ സംബന്ധിച്ചോ അനുശോചിക്കുന്നില്ല. എന്തുകൊണ്ട്? ആത്മാ ജന്മമരണരഹിതമാണ്. ശരീരമാകട്ടെ ഉണ്ടാകുന്നതും നശിക്കുന്നതുമാണ്. ശരീരം താനല്ല, തൻ്റെതാണ്. തൻ്റെ സ്വരൂപം മരണരഹിതമാണ്, ഏകമാണ്. ഈ സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ദുഃഖമില്ല, അയാൾക്ക് മോഹമില്ല. അതുകൊണ്ട് ഹേ അർജുന, ഈ ജന്മമരണരഹിതമാണ്, സർവകർമ്മങ്ങൾക്കും ഉപരി നിലകൊള്ളുന്നതാണ് തൻ്റെ സ്വരൂപമെന്ന ബോധത്തിലേക്ക് നീ ഉയരൂ എന്ന് ആഹ്വാനം ചെയ്തു. അനന്തരം ആ ഒരു പരമമായ തത്വവിജ്ഞാനത്തിലേക്ക് ഉയരുന്നതിന് എങ്ങനെ നമ്മൾ അന്ധകരണ ശുദ്ധി നേടണം, എങ്ങനെ നമ്മൾ ഏകാഗ്രതയെ സമ്പാദിക്കണം, എങ്ങനെ സ്വയം പാകപ്പെടുത്തണം, ഈ ഒരു യോഗോപദേശത്തെ ചെയ്തു. ശ്രദ്ധയോടുകൂടി കേട്ട അർജുനന് സംശയമുണ്ടായി. സംശയം, ഹേ ഭഗവൻ, അങ്ങ് പറഞ്ഞതായ ഈ യോഗമാർഗത്തിലൂടെ പരമമായ തത്വവിജ്ഞാനത്തിലേക്ക് ഉയർന്ന ഒരു വിജ്ഞാനിയുടെ ലക്ഷണം എന്താണ്? അയാൾ എങ്ങനെയാണ് വ്യവഹരിക്കുക? അതിന് വിസ്തൃതമായി ഭഗവാൻ മറുപടി പറഞ്ഞു. ആ ഉപദേശത്തിലുടനീളം സർവകർമ്മങ്ങൾക്കും ഉപരിയുള്ള ആത്മജ്ഞാനനിഷ്ഠയാണ് ഭഗവാൻ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞത്. എന്നാൽ അർജുനനോടാകട്ടെ നീ യുദ്ധം ചെയ്യൂ, നീ കർമ്മം ചെയ്യൂ എന്ന് ആവർത്തിച്ചു. ഇത് രണ്ടും കൂടി ആയപ്പോൾ അർജുനന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒന്നുകിൽ പറയണം, ഹേ അർജുന, കർമ്മമാണ് ശ്രേഷ്ഠം, അതുകൊണ്ട് നീ കർമ്മം ചെയ്യൂ എന്ന് പറയണം. അല്ലെങ്കിൽ പറയണം, ഹേ അർജുന, കർമ്മവും ജ്ഞാനവും ഒന്നിച്ച് സമുച്ചയം ചെയ്യാം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നീ കർമ്മം ചെയ്തോളൂ, ജ്ഞാനമാണ് ശ്രേഷ്ഠം എന്ന് പറയണം. എന്നാൽ ഭഗവാൻ പറഞ്ഞത് പരമമായ ശ്രേഷ്ഠമായ ജ്ഞാനത്തെയാണ്. അവിടെയാകട്ടെ യാതൊരു കർമ്മവുമില്ല എന്ന് ആവർത്തിച്ചു. കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം എന്ന്. ഈ സംശയം ഉന്നയിക്കുകയാണ് ഭഗവാന്റെ മുമ്പിൽ അർജുനൻ. അങ്ങ് സകല കർമ്മങ്ങൾക്കും ഉപരിയുള്ള ജ്ഞാനമഹിമയാണ് ഉപദേശിക്കുന്നത്, അതേസമയം എന്നോട് കർമ്മം ചെയ്യാനും പറയുന്നു. ഏത് കർമ്മം? ഘോരമായ കർമ്മം. അതിഘോരമായ യുദ്ധം ചെയ്യാനാണ് എന്നോട് ആഹ്വാനം ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് തെളിച്ച് പറഞ്ഞു തരും. ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് വിസ്തൃതമായി എങ്ങനെ കർമ്മം ചെയ്യുന്നതിലൂടെ ക്രമികമായ ചിത്തശുദ്ധിയെ നേടി പരമമായ തത്വവിജ്ഞാനത്തിലേക്ക് ഉയരാം, തത്വവിജ്ഞാനത്തിൻ്റെ തലത്തിൽ സകല കർമ്മങ്ങൾക്കും ഉപരിയുള്ള സ്വരൂപനിഷ്ഠ എന്താണ് എന്നുള്ളത് വ്യക്തമായി ഉപദേശിച്ചു കൊടുത്തു. അവിടെ ആ ഉപദേശത്തിൽ കർമ്മം അനുഷ്ഠിക്കുന്നത് സ്വധർമാനുസൃതമാകണമെന്ന് ഭഗവാൻ ആവർത്തിച്ചു പറഞ്ഞു. അപ്പോൾ അർജുനൻ്റെ ഉള്ളിൽ സംശയം ഉണ്ടായി, എല്ലാവരും സ്വധർമാനുസൃതമാണോ കർമ്മം ചെയ്യുന്നത്? സ്വധർമ്മത്യാഗം, പരധർമ്മ സേവ, ഇതല്ലേ ജനങ്ങളേറെയും ചെയ്യുന്നത്? അതെന്തുകൊണ്ടാണ്? അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു, അത് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കാമനകളെ കൊണ്ടാണ്. അതിനെ വിവേകം കൊണ്ട് എങ്ങനെ ജയിക്കാൻ പറ്റും?
ഇങ്ങനെ ചുരുക്കമായി പറഞ്ഞാൽ പരമമായ ആത്മൈകത്വം, സകല പരിമിതികൾക്കും ഉപരിയുള്ള പരമാത്മസ്വരൂപമാണ് നമ്മുടേത് എന്ന ഉപദേശം, സാഖ്യം, അതിലേക്ക് എത്തിച്ചേരാനുള്ള യോഗമാർഗം, അതിനെ സംബന്ധിച്ചുണ്ടായ സംശയ നിവാരണം എല്ലാം പൂർത്തിയാക്കി. ഇപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ലല്ലോ. പ്രവൃത്തേ ശസ്ത്രസമ്പാദേ, ശസ്ത്രസമ്പാദം പ്രവൃത്തമാകുന്ന സമയമല്ലേ. ഇവിടെ എങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക? അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എടോ ഈ അറിവുണ്ടല്ലോ നിനക്ക് ഞാൻ പറഞ്ഞു തന്നത്, ഇത് അതീവ ശ്രേഷ്ഠമായ അറിവാണ്. ഇത് പണ്ട് ഞാൻ വിവസ്വാന് ഉപദേശിച്ചതായിരുന്നു. വിവസ്വാൻ അത് മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. അങ്ങനെ പരമ്പരാപ്രാപ്തമായ ഈ അറിവ് രാജർഷിമാർക്കൊക്കെ സ്വായത്തമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ദീർഘകാലം കൊണ്ട് നഷ്ടമായി പോയി. ഭഗവാൻ ഭാഷ്യകാരൻ്റെ ആശയം കൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞാൽ, ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരുമായവരെ പ്രാപിച്ചിട്ട് ഈ അറിവിൻ്റെ പരമ്പര നഷ്ടമായി ഹേ അർജുന. അതുകൊണ്ട് അതേ അറിവാണ് ഞാൻ നിനക്കിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് എന്നും പറഞ്ഞ് ഉപദേശം നിർത്തുക ഭഗവാൻ. ഇപ്പോൾ ഗീതോപദേശം കഴിഞ്ഞു 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ. അപ്പോഴാണ് അർജുനന് സംശയം വരുന്നത്. ഭഗവാനെ, അങ്ങ് ഇപ്പോൾ എൻ്റെ സമകാലികനായി എൻ്റെ സഖാവായി ജീവിക്കുന്ന ആളല്ലേ? രണ്ടുപേരും സഖാക്കളാണല്ലോ അല്ലേ? അപ്പോൾ ഇപ്പോൾ ഉള്ളതായ അങ്ങ് പണ്ട് ജനിച്ച സൂര്യൻ ഉപദേശിച്ചു എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഇവിടെയാണ് ഭഗവാൻ വിസ്തൃതമായി അവതാര തത്വത്തെ ഉപദേശിക്കുന്നത്, ധർമ്മ സംസ്ഥാപനാർത്ഥമുള്ള അവതാരത്തെക്കുറിച്ച്. അതിലൂടെ ക്രമേണ വീണ്ടും 3-ാം അധ്യായത്തിൽ പറഞ്ഞ യോഗത്തിലൂടെ തന്നെ പ്രവർത്തിച്ച് പരമമായ തത്വവിജ്ഞാനത്തിലേക്ക് എത്തിച്ച് അവസാനം അർജുനനോട് പറഞ്ഞു, അതുകൊണ്ട് അർജുന, നീ ഒരു കാര്യം ചെയ്യ്, യോഗബുദ്ധിയോടുകൂടി നിൻ്റെ കർമ്മങ്ങളെ അനുഷ്ഠിക്കൂ, അതിലൂടെ നിനക്ക് പരമമായ തത്വവിജ്ഞാനത്തിലേക്ക് ഉയരാം, സംശയിക്കണ്ട എന്നും പറഞ്ഞ് നിർത്തി. അവിടെയാണ് 4-ാം അധ്യായത്തിൻ്റെ പരിസമാപ്തി, അവിടെയാണ് 5-ാം അധ്യായത്തിൻ്റെ സമാരംഭം. ഇവിടെ 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒറ്റ ആശയം എല്ലാവരുടെ ശ്രദ്ധയിലേക്കും കൊണ്ടുവരട്ടെ. സനാതന ധർമ്മശാസ്ത്രങ്ങളുടെ, കേവലം ഭഗവത്ഗീതയെ ലക്ഷ്യമാക്കിക്കൊണ്ടല്ല ഈ പറയുന്നത്, മൊത്തം സനാതന ധർമ്മശാസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ മഹിമ എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയുക അസാധ്യമാണ്. അനേക മഹിമകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. എന്നാൽ അവയിൽ വളരെ പ്രാധാന്യേന ഉയർത്തി കാണിക്കേണ്ടതാണ് അവ അവലംബിക്കുന്ന യുക്തിഭദ്രതയെ, അവ അടിസ്ഥാനമാക്കുന്ന ശാസ്ത്രീയ വീക്ഷണത്തെ. കാരണം എവിടെയാണോ യുക്തിഭദ്രമായ സമീപനവും ശാസ്ത്രീയ വീക്ഷണവുമുള്ളത്, അവിടെ മാത്രമേ ചോദ്യം ചെയ്യാൻ അനുവദിക്കൂ. അവിടെ മാത്രമേ ചോദ്യം ചെയ്യലിനെ പ്രോത്സാഹിപ്പിക്കൂ. എവിടെ യുക്തി രഹിതമായ സമീപനമാണോ അവിടെ പറയുക വിശ്വസിക്കൂ എന്നാണ്. ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കണം, ഞാൻ ചോദ്യം ചെയ്യപ്പെടരുത്, എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞോ ഒക്കെ നീ വിശ്വസിച്ചോളുക. എടേ, നിന്നെ അങ്ങനെ എങ്ങനെയാ വിശ്വസിക്കുക? ഇത് ദൈവം തന്നതാണ്, ഇത് ദൈവത്തിൻ്റെ വാക്യമാണ്. ദൈവം തന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല, വിശ്വസിച്ചോളുക. അതാണ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായത്.
സനാതന ധർമ്മശാസ്ത്രങ്ങൾ തീർച്ചയായിട്ടും വിശ്വാസം വേണം എന്ന് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ വിശ്വാസത്തിലെല്ലാം അവസാനിക്കുന്നില്ല. യുക്തിപൂർവമായി ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. യുക്തിപൂർവമായി ചോദ്യം ചെയ്യുമ്പോൾ ഒരു വേള ഗുരുനാഥനെ വിമർശിച്ചുകൊണ്ട് ചോദിച്ചാലും ഒരു കുഴപ്പമില്ല. അർജുനൻ ചെയ്തു. 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ എന്ന് പറയുന്ന അർജുനൻ ഭഗവാനെ വിമർശിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഭഗവാൻ എന്താ പറഞ്ഞത്? മഹാഭാവി, നീ എന്നെ വിമർശിക്കുകയോ, നീ നരകത്ത് പോയി വീഴും എന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെ എന്താ പറഞ്ഞത്? ഹേ അനഘ, ഹേ പാപരഹിത. മഹാഭാവി എന്നല്ല വിളിച്ചത്, പാപികളെ നല്ല വിളിച്ചത്. ഹേ അനഘ, അല്ലയോ പാപരഹിത, മിടുക്ക, നിന്നെപ്പോലെ ഒരാളല്ലേ ഈ ജാതി ചോദ്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ, എന്ത് മിടുക്കനാ നീ എന്നും പറഞ്ഞിട്ടാണ് അതിന് മറുപടി പറയുന്നത്. ഇതാണ് സനാതന ധർമ്മ ശാസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ ഒരു മഹിമ. അവ ചോദ്യം ചെയ്യലിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം അവയുടെ സമീപനം യുക്തിഭദ്രമാണ്. വേദാന്ത, വേദാംഗ, ഉപവേദ, ഇതിഹാസ, പുരാണ, ധർമ്മശാസ്ത്രാദി ഗ്രന്ഥങ്ങളിലൂടെ ഒന്ന് എത്തി നോക്കൂ. എല്ലാം ചോദ്യോത്തര രൂപത്തിലാണ്, സംഭാഷണ രൂപത്തിലാണ്. ഒരാൾ ചോദിക്കുക, വേറൊരാൾ പറയുക, അഥവാ ഒന്നിലധികം ആൾക്കാർ ചോദിക്കുക, ഒന്നിലധികമോ ആൾക്കാർ മറുപടി പറയുക. ആ രീതിയിലാണ് ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ചോദ്യോത്തര രീതിയിലാണ്. ഇത് വളരെ ശ്രദ്ധേയമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതെന്താ ഇന്നത്തെ കാലഘട്ടത്തിൽ? ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കയിൽ നോക്കിക്കോളൂ, യൂറോപ്പിൽ നോക്കിക്കോളൂ, ഓസ്ട്രേലിയയിൽ നോക്കിക്കോളൂ. ബഹുഭൂരിഭാഗം ജനങ്ങളും ഞങ്ങൾ നോൺ റിലീജിയസ് ആണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ നോൺ റിലീജിയസ് ആണ്. ഔദ്യോഗിക കണക്ക് പ്രകാരം 40-45% പേര് നോൺ റിലീജിയസ് ആണെന്ന് പ്രഖ്യാപിക്കുന്നു. വിവാഹം, ശവസംസ്കാരം എന്നീ 2 വിഷയങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ ഈ 45 എന്നുള്ളത് ചിലപ്പോൾ 90 ആവും. കാരണം സാമൂഹികമായി അവ ആവശ്യമുള്ളത് കൊണ്ട് നോൺ റിലീജിയസ് ആണെന്ന് പറയാനുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടാവില്ല. 2 വിഷയങ്ങളാണ്, ഒന്ന് വിവാഹം, 2 ശവസംസ്കാരം. ഈ നോൺ റിലീജിയസ് ആണെന്ന് പറയുന്നവരാരും ആധ്യാത്മികതയ്ക്കെതിരല്ല, അവരാരും സത്യാന്വേഷണം വേണ്ടെന്ന് പറയുന്നവരല്ല. മറിച്ച് വിശ്വസിപ്പിൻ 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 എന്ന് മാത്രം പറഞ്ഞ് യുക്തിരഹിതമായ കുറേ വിശ്വാസ സംഹിതകളിൽ മനുഷ്യ സമൂഹത്തെ തളച്ചിടുന്നതിനെ അവരെതിർക്കുന്നു. ഇവിടെയാണ് വേദാന്ത ശാസ്ത്രത്തിൻ്റെ വലിയ പ്രവൃത്തിക്കുള്ള സാധ്യത. ഇവിടെയാണ് സനാതന ധർമ്മശാസ്ത്രങ്ങളെ ലോകം മുഴുവൻ പരിചയപ്പെടുത്താനുള്ള സാധ്യത. കാരണം അവ യുക്തിപൂർവമായ സമീപനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അറിയാത്തതിനെ അറിയില്ല എന്ന് പറയുന്നു. ഏതാവദേവാഹം വേദ, നമുക്ക് ഇത്രയേ അറിയുള്ളൂ കേട്ടോ എന്ന് പറയാനുള്ള ആർജവുണ്ടല്ലോ, അതാ ഏറ്റവും വലിയ അറിവ്. ശ്രദ്ധിക്കുക, ഉപനിഷത്തിലെ മന്ത്രമാണ്. എന്നാൽ അതിനോട് ചേർന്ന് മറ്റൊന്നുകൂടി പറഞ്ഞു, നാതഃ പരമസ്തി, നിങ്ങൾ ചോദിച്ച വിഷയത്തിൽ ഇതിനപ്പുറത്ത് ഇനി ഒന്നും പറയാനും ഇല്ല എന്ന്. പ്രശ്നോപനിഷത്ത് പരിശോധിക്കുക. ഏതായാലും യോഗമാതിഷ്ഠ ഉത്തിഷ്ഠ ഭാരത എന്ന് പറഞ്ഞിട്ടാണ് 4-ാം അധ്യായത്തിൻ്റെ ഉപദേശം അവസാനിപ്പിച്ചത്.
ഹേ അർജുന, നീ യോഗത്തെ ആശ്രയിക്കൂ. നീ ഇപ്പോൾ സാഖ്യത്തിലേക്കൊന്നും എത്താനായിട്ടില്ല, സന്യാസത്തിലേക്കൊന്നും നീ ഇപ്പം ആയിട്ടില്ല. അതുകൊണ്ട് നീ യോഗത്തെ ആശ്രയിക്കൂ, കർമ്മം ചെയ്യൂ. ഇപ്പം സന്യസിക്കാനൊന്നും ആയിട്ടില്ല എന്നാ പറഞ്ഞു നിർത്തിയത്. ഉത്തിഷ്ഠ ഭാരത, നീ എഴുന്നേൽക്കൂ ഹേ ഭാരത. ഇവിടെ പാരും എഴുന്നേൽക്കണ്ടാട്ടുവാ, ഇത് കഴിഞ്ഞിട്ട് മതി. പക്ഷെ ഭഗവാൻ അങ്ങനെയാണ് 4-ാം അധ്യായം നിർത്തിയത്. ഉത്തിഷ്ഠ ഭാരത, ഹേ ഭാരത നീ എഴുന്നേൽക്കൂ. ഈ ഉറക്കം തൂങ്ങിയാളെ നമ്മളെല്ലാട്ടോ പൊതുവേ ഈ ഉറക്കം തൂങ്ങിയാളെ കണ്ടിട്ടാണോ ഭഗവാൻ പറഞ്ഞത് ഉത്തിഷ്ഠ എന്ന്? എഴുന്നേൽക്കൂ, ചിന്തിക്കേണ്ടതാണ്. അവിടെ സംബോധന വളരെ ശ്രദ്ധേയമാണ്. ഭാരത, ഭരതവംശത്തിൽ പിറന്നവൻ ഭാരതനാണ്. ഭാസിൽ പ്രകാശത്തിൽ രതി ചെയ്യുന്നവനും രതി ചെയ്യാൻ ഇച്ഛിക്കുന്നവനും ഭാരതനാണ്. പ്രകാശം ജ്ഞാനപ്രകാശമാണ്. അറിവിൻ്റെ പ്രകാശത്തിൽ ആനന്ദിക്കുന്നവൻ, അറിവിൻ്റെ പ്രകാശത്തിൽ ആനന്ദിക്കാൻ ഇച്ഛിക്കുന്നവൻ, അവനാണ് ഭാരതൻ. നീ എഴുന്നേൽക്കൂ. എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? അത് ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്. ഉത്തിഷ്ഠത ജാഗ്രത വരാൻ പ്രാപ്യ നിബോധത. ഈ മന്ത്രമായിരുന്നു വിവേകാനന്ദ സ്വാമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 മന്ത്രങ്ങളിലൊന്ന്. ഇടയ്ക്കിടയ്ക്ക് ഈ മന്ത്രം സ്വാമിജി ഉദ്ധരിക്കാറുണ്ടായിരുന്നു. എഴുന്നേൽക്കൂ, ഉണർന്നെഴുന്നേൽക്കൂ, ശ്രേഷ്ഠന്മാരെ പ്രാപിച്ച് അറിയേണ്ടതിനെ അറിയൂ, അറിഞ്ഞ സ്വതന്ത്രായി ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നീ എത്തിച്ചേരൂ. ഏതായാലും ഇങ്ങനെ 4-ാം അധ്യായം ഭഗവാൻ അവസാനിപ്പിച്ചപ്പോൾ അർജുനനുണ്ടോ വിടുന്നു? ഭഗവാൻ ശരിക്ക് പറഞ്ഞാൽ 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവസാനിപ്പിച്ച ആളാണ്. കാരണം ഈ ഗ്രന്ഥമഹിമ, ഉപദേശമഹിമ ഒന്നുകിൽ ആരംഭത്തിലാണ് പറയുക, അല്ലെങ്കിൽ അവസാനത്തിലാണ് പറയുക. നടുക്കാരും പറയാറില്ല. അപ്പം അത് പറഞ്ഞു വെച്ചാൽ ഉപദേശം നിർത്തിയെന്ന അർത്ഥം. പക്ഷെ അർജുനൻ വിട്ടില്ലല്ലോ, സംശയങ്ങൾ ചോദിച്ചില്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് 18 അധ്യായങ്ങളിൽ ഗീത കിട്ടിയത്. എങ്ങനെയാണ് ശാസ്ത്രം പഠിക്കേണ്ടതെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയുമാണത്. വത്സവൃത്തിയാ പഠനം പറയാറുണ്ട്. വത്സവൃത്തിയിലാണ് പഠിക്കേണ്ടതെന്ന്. ഈ വത്സവൃത്തി പറഞ്ഞാൽ എന്താ? ആദ്യം വത്സം ചെന്ന് അമ്മയുടെ അകിട് ഒക്കെ ഒന്ന് നക്കി കൊടുത്ത് അല്പം മുല വായിലാക്കിയപ്പോൾ അമ്മ ചുരത്തി കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പാലില്ല, അപ്പോൾ വീണ്ടും ഒന്ന് കുത്തും, അപ്പോൾ വീണ്ടും ചുരത്തി കൊടുക്കും, വീണ്ടും ഒന്ന് കുത്തും. ഈ ഇടയ്ക്ക് പോയിട്ട് ഒരു ഇടി, ഒരു കുത്ത്, ഇതൊക്കെ കൊടുക്കുക. അപ്പോഴാണ് കൂടുതൽ ചുരത്തി കിട്ടുക. ഇതുപോലെ ഗുരുനാഥന്മാരെ പ്രാപിച്ചിട്ട് അവരെന്താ പറയണമെന്ന് വെച്ചാൽ അവൻ കേട്ടു പോവാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശാസ്ത്രബോധം ഉണ്ടാവില്ല. ഈ കുത്തണം, ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചെയ്യണം. അതാണ് വത്സവൃത്തിയാ പഠനം. വത്സവൃത്തിയിലാണ് പഠനം എന്ന് പറയാറ്. ഉത്തമ വത്സമ അർജുനൻ. പാർത്ഥോ വത്സ സുധീർഭോക്ത. അർജുനൻ പശുക്കുട്ടിയാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഗീതാധ്യാനത്തിൽ. അപ്പം എന്താ അർജുനൻ്റെ കുത്ത്? നോക്കൂ, അവിടെയാണ് 5-ാം അധ്യായത്തിൻ്റെ ആരംഭം. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസേ യശ്രേയയേതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അർജുന ഉവാച. പോരാ, അർജുനൻ തന്നെ ചിത്തപ്പേരാണ്. ഇത്രേ ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് ഇത്രേ ശബ്ദമുള്ളൂ പറഞ്ഞാൽ അർജുനൻ തന്നെ ദുഃഖിക്കും. ഒന്നും കൂടി ഒന്ന് ഉഷാറാവട്ടെ. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയയേതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം.
ഇതൊരു സുഖമുണ്ട് ഉച്ചത്തിൽ ചൊല്ലിയപ്പോൾ. അതെ, ഗീതാ വാക്യങ്ങൾ വേദമന്ത്രങ്ങളൊക്കെ അങ്ങനെ ഉയരണം. മടി ആവശ്യമില്ല, ലജ്ജ ആവശ്യമില്ല, തുറന്നു ചൊല്ലണം ഉച്ചത്തിൽ. ഹേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, കർമ്മണാം സന്യാസം പുനഃ യോഗം ച ശംസസി. ഹേ കൃഷ്ണ, കർമ്മങ്ങളുടെ സന്യാസത്തെയും കർമ്മങ്ങളുടെ യോഗത്തെയും നീ ഉപദേശിക്കുന്നു. കർമ്മങ്ങളുടെ സന്യാസം എന്ന് പറഞ്ഞാൽ സന്യാസം ഉപേക്ഷയാണ്. അപ്പം പൂർണ്ണമായി കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്ന സന്യാസമാർഗത്തെ നീ ഉപദേശിക്കുന്നു. സാഖ്യോപദേശം മുഴുവൻ സന്യാസമാണ്. ആത്മവിജ്ഞാനി ഒരു കർമ്മവും ചെയ്യുന്നില്ല, ആത്മവിജ്ഞാനത്തിൻ്റെ തലത്തിൽ യാതൊരു കർമ്മവും ശേഷിക്കുന്നില്ല എന്നാണ് ഭഗവാൻ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞത്. യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ ഇത്യാദി ശ്ലോകങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കർമ്മ സന്യാസത്തെയാണ് നീ ഉപദേശിക്കുന്നത്. പുനഃ യോഗം ച ശംസസി, പിന്നെ യോഗത്തെയും ഉപദേശിക്കുന്നു. യോഗം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ അനുഷ്ഠിക്കുകയാണ്. ഫലകാമനയില്ലാതെ അഥവാ ഈശ്വരാർപ്പണ ഭാവനയോടുകൂടി കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതാണ് കർമ്മയോഗം. ഇപ്പം രണ്ടും കൂടി ഒന്നിച്ചു വയ്യല്ലോ. ഒന്നുകിൽ കർമ്മയോഗം അല്ലെങ്കിൽ കർമ്മസന്യാസം, രണ്ടും കൂടി ഒന്നിച്ചു വയ്യ. അയാൾ മഹാനായ സന്യാസിയായിരുന്നു, മഹാനായ കർമ്മയോഗിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ നിർത്ത്, ഏതാണെന്നൊന്ന് തീരുമാനിക്കുന്ന അപ്പം പറയണം. ഏതെങ്കിലും ഒന്നേ പറ്റില്ല, രണ്ടും ഒന്നിച്ചു വയ്യ. ഒന്നുകിൽ കർമ്മസന്യാസിയായിരുന്നു അല്ലെങ്കിൽ കർമ്മയോഗിയായിരുന്നു, രണ്ടും കൂടി എങ്ങനെ ഒന്നിച്ചാവുക? അവൻ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒന്നിച്ച് സഞ്ചരിച്ചു, അത് വയ്യ. കിഴക്കോട്ട് പോയിട്ടും പടിഞ്ഞാറോട്ട് എത്താം, പടിഞ്ഞാറോട്ട് പോയിട്ടും പടിഞ്ഞാറോട്ട് എത്താം. ഇവിടുന്ന് ഒരാൾക്കിപ്പോൾ അമേരിക്കയിൽ പോകണം വെച്ചാൽ കിഴക്കോട്ട് പോയിട്ടും അമേരിക്കയിലെത്താം, പടിഞ്ഞാറോട്ട് പോയിട്ടും അമേരിക്കയിലെത്താം. പക്ഷെ രണ്ടും ഒന്നിച്ചു പോകാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്ന് നിശ്ചയിക്കണ്ടേ? കർമ്മയോഗമാണോ നല്ലത്, കർമ്മസന്യാസമാണോ രണ്ടും നല്ലത്? രണ്ടും നല്ലതാ. അതത് അധികാരികൾക്ക് രണ്ടും ഒന്നിച്ചു വയ്യ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ധാരാളം ഈ എന്താ പറയുക, നവീന സമൂഹ മാധ്യമങ്ങളുടെ ഒരു കാലമാണ്. ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, സന്തോഷമാണ്, തീർച്ചയായിട്ടും സന്തോഷകരമാണ്. പക്ഷെ അബദ്ധങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമമാണ്. ഇന്നത്തെ കാലത്ത് ഈ എല്ലാ കർമ്മവും ഉപേക്ഷിച്ചുള്ള സന്യാസം അല്ല വേണ്ടത്, ഇന്നത്തെ കാലത്ത് ഗൃഹസ്ഥ സന്യാസമാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണുന്നുണ്ട്. ഗൃഹസ്ഥ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗൃഹസ്ഥാശ്രമത്തെ സന്യസിക്കുക എന്നർത്ഥം. ഇന്നത്തെ കാലത്ത് കർമാചരണവും സന്യാസവും ഒത്തുകൊണ്ടുപോവുകയാണ് വേണ്ടത് എന്നൊക്കെ കാണാം. ഏതെങ്കിലും ഒന്ന് നിശ്ചയിക്കുക, രണ്ടും കൂടി എങ്ങനെയാ പറ്റുക? എഴുതുന്നവർക്കും അറിയില്ല, അതിന് കമൻ്റ് ഇടുന്നവർക്കും അറിയില്ല, പിന്നെ ചില കൈ പൊക്കുക ചില കൈ താഴ്ത്തുക, അത് അവർക്കും അറിയില്ല. എന്തൊക്കെയോ നടക്കണോ, മായാമയമിതം അഖിലം, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ ഹേ ഭഗവാനെ, ഹേ കൃഷ്ണ, അങ്ങ് കർമ്മസന്യാസത്തെയും ഉപദേശിക്കുന്നു, കർമ്മയോഗത്തെയും ഉപദേശിക്കുന്നു, രണ്ടും കൂടി ഒന്നിച്ചു വയ്യല്ലോ. അപ്പം പിന്നെ നീ ഒന്ന് നിശ്ചയിക്ക്. യശ്രേയ ഏതയോഹോ ഏകം, ഏതയോഹോ ഏകം യത് തത് സുനിശ്ചിതം ബ്രൂഹി, നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരൂ. കാരണം രണ്ടും കൂടി ഒന്നിച്ചു വയ്യ. ഇന്നെൻ്റെ കല്യാണമാണ്, ഇന്നെന്നെ എൻ്റെ സന്യാസമാണെന്ന് പറഞ്ഞാൽ അതിന് വലിയ വിരോധമില്ല. കല്യാണം കഴിഞ്ഞു അപ്പം തന്നെ സന്യസിച്ച് പോവാം, അതിന് യാതൊരു വിരോധമില്ല. പക്ഷെ രണ്ടും ഒന്നിച്ചാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുക? അത് വയ്യല്ലോ. അപ്പം
അപ്പം ഇത് രണ്ടും ഒന്നിച്ചനുഷ്ഠിക്കാൻ വയ്യാത്തത് കൊണ്ട് ഈ രണ്ടിൽ വെച്ച് ഏതാണ് എനിക്ക് ശ്രേയസ്കരം ഇത് പറഞ്ഞു തരൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. എനിക്ക് ഏതാണ് ശ്രേയസ്കരം അത് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരണം എന്നാ. ഇതാണ് അർജുനൻ പ്രാർത്ഥിക്കുന്നത്. ഈ ചോദ്യം മനസ്സിലായാലേ മുന്നോട്ടുള്ള ശാസ്ത്രം മനസ്സിലാവും. അപ്പം അങ്ങ് താത്വികമായി ഇത് രണ്ടും ഉപദേശിച്ചു, സന്തോഷം. എനിക്ക് ഏതാണ് ശ്രേയസ്കരം? ഒരു കുട്ടി 5ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ 6ാം ക്ലാസ്സിൽ ചേരുന്നതാണോ നല്ലത്, അല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സിൽ ചേരുന്നതാണോ നല്ലത്? ഏടേ പോസ്റ്റ് ഗ്രാജുവേഷനേക്കാളും എത്രയോ നിനക്ക് നല്ലത് 6ാം ക്ലാസ്സാണ്. അതെ, പോസ്റ്റ് ഗ്രാജുവേഷൻ മീതെയോ 6ാം ക്ലാസ് താഴെയോ അല്ല, 6ാം ക്ലാസ് മീതെയോ പോസ്റ്റ് ഗ്രാജുവേഷൻ താഴെയോ അല്ല. അതത് അധികാരികൾക്ക് അതാണ് വേണ്ടത്. ഡിഗ്രി കഴിഞ്ഞ ഒരാൾ, ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാൾ പോസ്റ്റ് ഗ്രാജുവേഷന് പോട്ടെ, അതുകൊണ്ടത് ഉയർന്നതാകുന്നില്ല. 5ാം ക്ലാസ് കഴിഞ്ഞ ആൾക്ക് എങ്ങനെയാണോ 6ാം ക്ലാസ് അതുപോലെ തന്നെയാണ് മറ്റേ ആൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ. അല്ലാണ്ട് അതങ്ങ് ഉയർന്നത് ഇത് താണത് അതൊന്നും പറയാൻ പാടില്ല. അധികാരമനുസരിച്ചാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ കർമ്മസന്യാസത്തെയും കർമ്മയോഗത്തെയും ഉപദേശിക്കുന്ന അങ്ങ് എനിക്ക് ഏതാണ് ശ്രേയസ്കരമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരൂ. ഇതാണ് അർജുനൻ്റെ ചോദ്യം. നോക്കൂ, ഇവിടെ അർജുനൻ്റെ ഒരു സങ്കടം നമുക്ക് കാണാം. കാരണം 2ാം അധ്യായം 7ാം ശ്ലോകത്തിൽ അർജുനൻ എന്താ പ്രാർത്ഥിച്ചത്? യശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ എന്നാണ്. ശ്രേയസ് ഏതാച്ചാ നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരുമെന്ന്. അത് കഴിഞ്ഞ് 3ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലും അർജുനൻ പറഞ്ഞതാ നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരുമെന്ന്. എന്നാൽ ഭഗവാൻ നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞാൽ പോരെ? ഭഗവാൻ നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ കർമ്മം ചെയ്യൂ, നിനക്ക് അതിനേ അധികാരമുള്ളൂ എന്ന്. പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞു ഒരു പ്രശ്നത്തെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ വ്യക്തിബാഹ്യമായി അപഗ്രഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വിശാലമായി, വളരെ വിശാലമായൊരു ക്യാൻവാസിലാണ് ഭഗവാന്റെ അപഗ്രഥനം. അതുകൊണ്ട് സമ്പൂർണമായ വേദതത്വങ്ങളെയും ഒരിടത്തേക്ക് കൊണ്ടുവന്ന് നിരൂപണം ചെയ്ത് എന്നിട്ടാണ് അർജുനനോട് നീ ഇത് ചെയ്യൂ എന്ന് പറയണത്. അർജുനൻ ഇതെല്ലാം കൂടി കേട്ടിട്ട് ആകെ പ്രശ്നമാവുകയാണ്. കാരണം തന്നോട് കർമ്മം ചെയ്യാനാണ് പറയുന്നതെങ്കിലും ജ്ഞാനമഹിമയാണല്ലോ ഭഗവാൻ ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് 3ാമത്തെ പ്രാവശ്യം, 2ാം അധ്യായം 7ാം ശ്ലോകം, 3ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ, അത് കഴിഞ്ഞതായി ഇവിടെ ഒരേ ചോദ്യം അർജുനൻ ചോദിക്കേണ്ടി വന്നത്. എനിക്ക് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരൂ, അങ്ങ് പറഞ്ഞാൽ ഞാനത് ചെയ്തോളാം എന്ന് തന്നെ അർത്ഥം. ഇതിന് ഭഗവാൻ നൽകുന്ന മറുപടിയാണ് 5ാം അധ്യായം പോരാ 6ാം അധ്യായം. കാരണം 5ൻ്റെ സ്വാഭാവികമായ തുടർച്ചയായി അർജുനൻ സംശയം ചോദിക്കാതെ തന്നെ ഭഗവാൻ തുടരുക ചെയ്യണത്. അതുകൊണ്ട് 5ഉം 6ഉം അധ്യായങ്ങൾ ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ്. നമുക്ക് ശ്രദ്ധിക്കാം. നോക്കൂ, ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാദ് കർമ്മയോഗോ വിശിഷ്യത്തെ. നല്ല ഒച്ചത്തിൽ തന്നെ ചൊല്ലാം, മറന്നുപോണ്ട, അപ്പം നല്ല സുഖം ഉണ്ടാവും. ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാദ് കർമ്മയോഗോ വിശിഷ്യത്തെ. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, മറുപടി പറഞ്ഞു. ശ്രീയുതനായ ഭഗവാൻ മറുപടി പറഞ്ഞു.
എന്താ പറഞ്ഞേ? സന്യാസ കർമ്മയോഗ ച ഉഭൗ നിശ്രേയസകരൗ. സന്യാസവും കർമ്മയോഗവും രണ്ടും നിശ്രേയസത്തെ ഉണ്ടാക്കുന്നതാണ്. നിശ്രേയസം മോക്ഷമാണ്, പരമമായ ശ്രേയസ്. പരമമായ ശ്രേയസ് മോക്ഷം, സർവതന്ത്ര സ്വാതന്ത്ര്യം, എല്ലാ ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനം, അതാണ് നിശ്രേയസം. അപ്പോൾ സന്യാസവും യോഗവും രണ്ടും നിശ്രേയസത്തെ ഉണ്ടാക്കുന്നതാണ്, സംശയമില്ല. തയോഹോ തു, അവ രണ്ടിലും വെച്ച് കർമ്മസന്യാസാത്, കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗ വിശിഷ്യതേ, കർമ്മയോഗമാണ് വിശിഷ്ടമായിരിക്കുന്നത്. സന്യാസത്തേക്കാൾ എത്രയോ വിശിഷ്ടമാണ് യോഗം. നോക്കൂ, ന്യാസ ഇതി ബ്രഹ്മ, ന്യാസം ബ്രഹ്മം തന്നെയാണ്. ന്യാസ ഏവാത്യരേചയത്, ഏറ്റവും ശ്രേഷ്ഠമായത് ന്യാസമാണ്, സന്യാസമാണ് എന്ന് ശ്രുതി ആവർത്തിച്ചു പറയും. ശ്രുതി സ്മൃതികളെല്ലാം തന്നെ പരിപൂർണമായ വിവേക വൈരാഗ്യങ്ങളുടെ പ്രാപ്തിയിലാണ് സന്യാസം വിധിക്കുന്നത്. ഗൃഹസ്ഥാശ്രമധർമ്മത്തെ പൂർത്തിയാക്കിയിട്ട് സന്യസിക്കാം എന്ന് ശാസ്ത്രം അനുവദിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഭഗവാൻ ഈ പറഞ്ഞത് തെറ്റല്ലേ? കർമ്മയോഗമാണ് ശ്രേഷ്ഠം സന്യാസത്തേക്കാൾ എന്നുള്ളത് ശ്രുതി വിരുദ്ധമല്ലേ? സന്യാസമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നാണ് ശ്രുതി പറയുന്നത്. മാത്രമല്ല, ആശ്രമ വ്യവസ്ഥയിലും ചതുർത്ഥാശ്രമമാണ് സന്യാസം. അതിനെക്കൊണ്ടാണ് ഭഗവാൻ പറയണത്, ഇടോ സന്യാസത്തേക്കാൾ നല്ലത് യോഗമാണ് എന്ന്. ഇപ്പം ശാസ്ത്രവിരുദ്ധമായി ഭഗവാൻ പറഞ്ഞാൽ എങ്ങനെയാ സ്വീകരിക്കുക? ചോദ്യം. മറുപടി, ഭഗവാൻ ശാസ്ത്രവിരുദ്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് ശരിയാണോ? ശരിയല്ല, തെറ്റാ. രണ്ടും ഒരാൾ പറയുക, ഭഗവാൻ പറഞ്ഞത് തെറ്റാണെന്നും പറയുക, ഭഗവാൻ ശാസ്ത്രവിരുദ്ധമായിട്ട് പറഞ്ഞിട്ടില്ല എന്നും പറയുക. അതൊക്കെ കൂടി എങ്ങനെയാ ഇപ്പോൾ യോജിക്കുക? കേരളത്തിലാവുമ്പോൾ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതുപോലെ ചിദാനന്ദ സ്വാമിയും പറയുകയാണോ എന്ന് ചോദ്യം. അത് പ്രമാണ വിചാരത്തിൽ പറ്റുമോ? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഹേ ഭഗവാനെ, അങ്ങ് കർമ്മസന്യാസത്തെയും ഉപദേശിക്കുന്നു, കർമ്മയോഗത്തെയും ഉപദേശിക്കുന്നു. ഇവ രണ്ടിലും വെച്ച് എനിക്കേതാണ് ശ്രേയസ്കരം എന്നാ ചോദിച്ചത്. നിനക്ക് കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗമാണ് യോജിച്ചത്. നീ ഇപ്പോൾ കാഷായം എടുത്ത് മുട്ടയും പഠിച്ച് പേരും മാറ്റി ഞാൻ സന്യാസി, അർജുന സന്യാസി എന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് ഇപ്പോൾ സന്യാസി ആവാൻ പോണില്ല. അതിന് നീ ആയിട്ടില്ല. അതുകൊണ്ട് നീ നിൻ്റെ പണി നോക്ക്, നീ നിൻ്റെ പണിയെടുക്കുക. എങ്ങനെ എടുക്കണം? യോഗബുദ്ധിയാണ് എടുക്കണം, ഫലകാമന ഇല്ലാതെ എടുക്കണം. ഫലകാമന ഇല്ലാതെ എടുക്കാൻ സാധിക്കണില്ലേ? എന്നാൽ ഈശ്വരാർപ്പണ ഭാവത്തോടു കൂടി എടുത്തോളൂ. ഇതാണ് നിനക്കിപ്പോൾ വേണ്ടത്. അതുകൊണ്ട് അർജുനൻ്റെ മേ, എനിക്ക്, ശ്രേയ, യാതൊന്നാണ് ശ്രേയസ് എന്നുള്ള ചോദ്യം നമ്മൾ ഓർമ്മിക്കണം. അതിനനുസരിച്ചാണ് മറുപടി, സന്യാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മയോഗം എന്നുള്ളത്. അധികാരിക്കനുസരിച്ചാണ് ശാസ്ത്രോപദേശം. എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒരു ഉപദേശമല്ല. ഒരാളുടെ അധികാരം എന്താണോ അതിനനുസരിച്ചാണ് ആചാര്യനെ ഉപദേശിക്കുക. അപ്പോൾ സന്യാസവും കർമ്മയോഗവും, സന്യാസം എന്ന് പറഞ്ഞാൽ നല്ല പോലെയുള്ള ഉപേക്ഷ. എന്തിൻ്റെ ഉപേക്ഷ? സകല കർമ്മങ്ങളുടെയും ഉപേക്ഷ.
വിശേഷിച്ച് കാമ്യകർമ്മങ്ങളുടെ ഉപേക്ഷ. ഇനി എൻ്റെ മക്കൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ ലോകം. ലോകം എന്ന് പറഞ്ഞാൽ പേര്, പദവി, അതൊക്കെ ലോകത്തിൽ വരുന്നതാണ്. ഈ ഏഷണകളെ ഉപേക്ഷിക്കലാണ് സന്യാസം. ശ്രദ്ധിക്കുക. യോഗമോ ഈശ്വരാർപ്പണ ഭാവത്തോടുകൂടി അനുഷ്ഠിക്കുകയാണ്. സിദ്ധ്യസിദ്ധ്യോഹോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ എന്നും യോഗ കർമ്മസു കൗശലം എന്നും രണ്ട് നിർവചനങ്ങൾ ഇതിനു മുമ്പ് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു യോഗത്തെ സംബന്ധിച്ച്. കുശലതയോടുകൂടി കർമ്മം ചെയ്യുന്നതാണ് യോഗം. എന്താ കുശലത? ചെയ്യാനുള്ളത് ചെയ്യുക, അവയാൽ ബന്ധിക്കപ്പെടാതിരിക്കുക. ഇപ്പം ബന്ധിക്കപ്പെടാതെ സംസ്കാരങ്ങളെ ഏറ്റുവാങ്ങാതെ കർമ്മങ്ങളെ ചെയ്യുക എന്നുള്ളതാണ് കർമ്മയോഗം. ഇത് രണ്ടും നിശ്രേയസകരവും, നിശ്രേയസത്തെ ചെയ്യുന്നവയാണ്. രണ്ടും നല്ലതാ. 6ാം ക്ലാസ്സും നല്ലതാണ്, പോസ്റ്റ് ഗ്രാജുവേഷനും നല്ലതാണ്, രണ്ടും നല്ലതാണ്. എന്നാൽ തയോഹോതു, അവ രണ്ടിലും വെച്ച് കർമ്മസന്യാസത്തേക്കാൾ എത്രയോ നല്ലതാണ് അർജുന കർമ്മയോഗം എന്ന് അധികാരിയുടെ തലത്തിൽ, അർജുനൻ്റെ തലത്തിൽ ഭഗവാൻ ഉപദേശിക്കുകയാണ്. മനസ്സിലാക്കുക. തുടർന്ന് നമുക്ക് നാളെ കൃത്യസമയത്തിന് ഒത്തുചേർന്ന് ചിന്തിക്കാം.